ഹലോ ഗൈസ്, നമ്മൾ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരാൾ നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ചിങ്ങനെ കിടക്കുന്നത് കണ്ടത്. വേറെ ആരുമല്ല, നമ്മുടെ ശംഖുപുഷ്പമാണ്. അപ്പോൾ എന്തായാലും കണ്ണും പൂട്ടി അതിൽ നിന്ന് കുറച്ച് ശംഖുപുഷ്പം ഞാൻ അങ്ങ് പറിച്ചെടുത്തു. വേറൊന്നിനും അല്ല കേട്ടോ, ഇതിനൊത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പറിച്ചെടുത്തത്. സാധാരണ രീതിയിൽ വെള്ളം തിളപ്പിച്ചൊക്കെ കൊടുത്താലൊന്നും ആരും കുടിക്കത്തില്ല. പക്ഷേ ഇത് നടുവേദനയ്ക്കും നമ്മുടെ സ്കിന്ന് ഗ്ലോ ആകാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഒരു ഐഡിയ എൻ്റെ മനസ്സിലോട്ട് വന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ പാലുണ്ട്, പിന്നെ നമ്മുടെ പഞ്ചസാരയും, പിന്നെ 2-3 നമ്മുടെ ഏലക്കയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റമാണിത്, ഈ കാണുന്ന സംഭവം. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, ശംഖുപുഷ്പമാണ്. അപ്പം നമ്മൾ വരുന്ന വഴിക്ക്, നമ്മൾ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് ഈ ശംഖുപുഷ്പം കണ്ടത്. അങ്ങനെ ഈ ശംഖുപുഷ്പം കണ്ടപ്പോഴത്തേക്കും ഒരു കൊതി തോന്നുന്നതിനൊക്കെ പറിച്ചതാണ്. കാരണം ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് പക്ഷേ ഡയറക്റ്റായിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന ഒരു ഇതിനൊക്കെ എല്ലാവർക്കും അരിശമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് കൊണ്ടൊരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താണെന്ന് കാണാൻ വായോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ബ്രെഡാണ്. ബ്രെഡിൻ്റെ ഈ സൈഡിലുള്ള സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് കട്ട് ചെയ്ത് കളയുവാണ്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഓരോന്നായി കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ വെള്ള കളറിലെ ഭാഗം മാത്രം എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ സംഭവം ഉണ്ടാക്കാൻ പോകുന്നത്. വേറൊന്നും അല്ല ഗൈസ്, ഇത് നമ്മുടെ രസഗുളയാണ്. രസഗുള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, മിക്കവർക്കും ഉണ്ടാക്കാനും അറിയായിരിക്കും. ഈ ഭാഗമൊന്നും നമുക്ക് വേണ്ട കേട്ടോ. എന്നാലും ഇത് വേസ്റ്റൊന്നും അല്ല, ഇത് നമ്മൾ വേറെ കാര്യങ്ങൾക്കൊക്കെ എടുക്കും. അതുകൊണ്ട് നമുക്ക് ഈ സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ രസഗുളയെ പറ്റിയല്ലേ പറഞ്ഞത്. അപ്പോൾ രസഗുള എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും. ബ്രെഡും പാലും പഞ്ചസാരയും ഒക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് രസഗുള ഉണ്ടാക്കാം. പക്ഷേ അതിൽ ഈ നമ്മുടെ ശംഖുപുഷ്പം എങ്ങനെയാണ് ചേർക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിലെ വെറൈറ്റി. അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ബ്രെഡും പാലും കൂടെ എടുത്ത് വെച്ചിട്ട് നമ്മുടെ പാല് കുറേശ്ശെ ഒഴിച്ച് ഈ ബ്രെഡിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒരുപാട് അങ്ങനെ ഒഴിച്ച് കൊടുക്കേണ്ട കേട്ടോ. നമുക്കൊരാവശ്യത്തിനുള്ള, നമുക്കറിയാമല്ലോ ഒഴിക്കുമ്പോഴുള്ളൊരു ക്വാണ്ടിറ്റി. കാരണം പിന്നെ ബ്രെഡ് ആകുമ്പോൾ പെട്ടെന്ന് പാലിലോട്ട് മിക്സായി വരും. അപ്പോൾ നമ്മൾ കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് മിക്സ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ബ്രെഡും പാലും കൂടെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പരുവത്തിലായി കിട്ടുമ്പോഴത്തേക്കും കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പം നമ്മുടെ ശംഖുപുഷ്പം നമ്മൾ എടുത്തത് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചൊരു ഭാഗമാണ് ഈ കാണുന്നത്. അപ്പം നമ്മുടെ ശംഖുപുഷ്പം എന്നാണ് ഇനി നമ്മുടെ മെയിൻ ഐറ്റം. അപ്പം നമ്മളത് എന്താ ചെയ്യുന്നതെന്ന് നോക്കിയോ. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച നമ്മുടെ ആ ഒരു ബ്രെഡിൻ്റെയും പാലിൻ്റെയും ആ ഒരു മിശ്രിതത്തിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് ഓവറായിട്ട് പാല് ചേർത്ത് കൊടുക്കരുതെന്ന്. കാരണം നമുക്ക് ഈ ഒരു മിക്സ് കൂടെ നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ അതും കൂടെ ഒഴിച്ച് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം കേട്ടോ. എന്നാലേ നമുക്കിതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഉരുട്ടി നല്ല രീതിയിലാക്കിയിട്ട് നമ്മൾക്ക് ഈ ഒരു നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ തിളപ്പിച്ച ആ വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതെന്തിനാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ കളറൊന്ന് നന്നായിട്ട് അതിലേക്ക് അബ്സോർബ് ചെയ്യാനാണ്. നമ്മൾ മിക്സ് ചെയ്ത സമയത്ത് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ആ കളർ അതിലോട്ട് പിടിക്കും. നോക്കിയേ, നല്ല ഉജാല കലക്കിയതുപോലത്തെ വെള്ളമല്ലേ ഗൈസ് വന്നിരിക്കുന്നത്. അതാണ് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ വെറൈറ്റി. അപ്പം നമ്മുടെ ആ ശംഖുപുഷ്പ വെള്ളത്തിലിട്ടിട്ട് നമ്മളെടുത്ത ആ ഒരു ബൗൾസാണിത്. അത് നമ്മൾ നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഓവറായിട്ട് എണ്ണയിലൊന്നും ഇട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രെഡൊക്കെ ഓൾറെഡി കുക്ക്ഡാണ്, നമ്മൾ വെറുതെ കഴിക്കുന്നതാണ്. അപ്പോൾ പാലും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ വെള്ളത്തിൽ കൂടി ഇട്ടെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നല്ല പ്ലമ്മി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ കാണാൻ. അപ്പോഴത്തേക്കും നമ്മുടെ ഈ മറ്റേ ആ ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം ഉണ്ടല്ലോ, അത് കളയാൻ പാടില്ല ഗൈസ്. അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇങ്ങനെ ചേർത്ത് കൊടുക്കണം. ഇതാണ് നമ്മൾ കുറുക്കിയെടുക്കാൻ പോകുന്ന പഞ്ചസാര ലായനി. അപ്പോൾ നമ്മുടെ 2 കഷ്ണം ഏലക്കായും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. കാരണം ഒരു ടേസ്റ്റിനും മണത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതായത് നോക്കിയേ ഗൈസ്, നമ്മുടെ പഞ്ചസാര നമ്മുടെ ശംഖുപുഷ്പ വെള്ളത്തിലേക്ക് അലിഞ്ഞലിഞ്ഞ് ചേരുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. അത് അലിഞ്ഞലിഞ്ഞ് ചേരുന്നത് കണ്ടോ, നല്ല ഭംഗിയിലാണ് ആ ഒരു ഇതിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ പഞ്ചസാരയുടെ കളർ തന്നെ മാറി വരുന്നതായിട്ട് കാണാം, ഒരു നീല കളറിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പഞ്ചസാര ലായനിയാക്കി മാറ്റാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാമല്ലോ. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ബൗൾസിലേക്ക് നമ്മുടെ പഞ്ചസാര ലായനി ആക്കിയത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കണ്ടോ, നല്ല
തിക്കായിട്ട് വന്നിട്ടുണ്ട് പഞ്ചസാര ലായനി. അപ്പോൾ ആ കളറും കൂടെ ആയപ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഭംഗി തന്നെ നോക്കിയേ, എന്ത് ഭംഗിയായിട്ടാണ് നമ്മുടെ രസഗുള വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ശംഖുപുഷ്പം ഇഷ്ടമില്ലാത്തവർക്കും കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്കും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്താൽ അവരെത്ര വേണേലും കഴിച്ചോളും. അപ്പം ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി നമ്മുടെ ശ്രീജയുടെ റെസിപ്പിയാണ്. ശ്രീജയാണ് ഇത് കണ്ടുപിടിച്ചത്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ അവരെ നമ്മൾ കാണിക്കാത്ത എന്താണെന്നറിയാമോ, എല്ലാം ഒരു കോലത്തിലായിരുന്നു നിന്നിരുന്നത് സ്കൂളിൽ പോയിട്ട് വന്ന സമയമായതുകൊണ്ടേ. പക്ഷേ ഈ സംഭവം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ ശരിക്കത് ആസ്വദിച്ച് കഴിച്ചു. ശംഖുപുഷ്പത്തിൻ്റെ ടേസ്റ്റ് പോലും അതിനകത്ത് വരുന്നില്ല, പക്ഷേ അതിനകത്ത് ഗുണം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത്